ഹരേ കൃഷ്ണ. ആദരണീയരായ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ. ഇന്ന് വിഷ്ണു സഹസ്രനാമവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ കഥയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. തമിഴ്നാട്ടിലെ ശ്രീരംഗം എന്ന പട്ടണത്തിൽ നിത്യവും ഉണ്ടായിരുന്ന അന്നദാനത്തെ സംബന്ധിച്ചുള്ള ഒരു കഥയാണിത്. നിരവധി ആളുകൾ എത്തുന്ന ശ്രീരംഗത്തിലെ അന്നദാനത്തിന് ഒരു വൃദ്ധനും സ്ഥിരമായി വരാറുണ്ടായിരുന്നു. എന്നാൽ ആ വൃദ്ധൻ അവിടെ എത്തിയാൽ മുന്നിലെത്താനായി വരി നിൽക്കുന്നവരുമായി വഴക്കുണ്ടാക്കിയും അസഭ്യം പറഞ്ഞും ആളുകളെ അസ്വസ്ഥരാക്കി ഇടിച്ചു കയറുന്ന പതിവ് നിത്യസംഭവമായിരുന്നു. ആര് പറഞ്ഞാലും ഇദ്ദേഹം കൂട്ടാക്കില്ല. ഇദ്ദേഹം അവിടെ എത്തിയാൽ ഉറപ്പാണ് അന്തരീക്ഷം ആകെ താറുമാറാക്കും. അദ്ദേഹത്തിന്റെ ഭിക്ഷ കൂടാതെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ഒരു പാത്രം നിറയെ വേറെയും ഭക്ഷണം വാങ്ങിക്കും. അന്നദാന കമ്മിറ്റിക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ അവര് ശ്രീരാമ പാദാനുജരെ കണ്ട് സങ്കടം ഉണർത്തിച്ചു. തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ പിറന്ന ഒരു വൈഷ്ണവ ഭക്തനാണ് കേട്ടോ ഈ ശ്രീരാമ പാദാനുജൻ. കാലങ്ങളായി സുഗമമായി നടന്നിരുന്ന അന്നദാനം ഈ വൃദ്ധന്റെ വരവ് കാരണം ആകെ താറുമാറായി എന്ന് അവർ ഇദ്ദേഹത്തിനോട് ഉണർത്തിച്ചു. ഇയാളുടെ ശല്യം കാരണം ആളുകളും വരവ് കുറച്ചു. അവിടെ നിന്ന് ദയവായി ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. അങ്ങനെ ഒരു ദിവസം ശ്രീരാമ പാദാനുജർ ഈ വൃദ്ധന്റെ വീട് തേടി പിടിച്ച് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, എന്താണ് അങ്ങയുടെ പ്രശ്നം? വൃദ്ധൻ പറഞ്ഞു, എനിക്ക് 6 കുട്ടികളാണ്. അവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കാൻ യാതൊരു മാർഗവുമില്ല. അവിടെ നിന്നും കിട്ടുന്ന അന്നദാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. നടക്കാൻ വയ്യാത്ത ഞാൻ അവിടെ എത്തും മുമ്പ് നീണ്ട നിരയും ആയി കാണും. അത് കാണുമ്പോൾ തന്നെ എൻ്റെ തല പെരുത്തു തുടങ്ങും. ഞാൻ എത്തുമ്പോഴേക്കും ഭക്ഷണം തീരുമോ എന്ന പേടി. വിശന്ന് പൊരിഞ്ഞു കിടക്കുന്ന എൻ്റെ കുട്ടികളെ ഓർത്ത് ഞാൻ ഭ്രാന്തനാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇടിച്ചും തിരക്കിയും എല്ലാവരെക്കാളും മുന്നിലെത്താൻ ധൃതി കൂട്ടുന്നതും ഭിക്ഷ വാങ്ങുന്നതും. അല്ലാതെ എനിക്ക് ആരോടും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിട്ടില്ല. അമ്മയില്ലാത്ത എൻ്റെ കുട്ടികളെ ഓർത്ത് അവരുടെ വിഷമം സഹിക്ക വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ ശ്രീരാമ പാദാനുജർ ചോദിച്ചു, അങ്ങക്ക് വിഷ്ണു സഹസ്രനാമം അറിയോ? ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എനിക്ക് പൂർണ്ണമായൊന്നും അറിയില്ല. എന്നാൽ അതൊന്ന് ചൊല്ല്. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത്ഭാവോ. ഇനി ഓർമ്മയില്ല 6 വാക്കുകൾ. ഭൂതഭൃത് എന്ന വാക്യത്തിന്റെ അർത്ഥം അറിയാമോ? അറിയില്ല. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും പരിപാലിക്കുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം. അങ്ങ് വിഷമിക്കേണ്ട, സർവരെയും കാത്ത് രക്ഷിക്കുന്ന ആ ഭഗവാൻ അങ്ങയെയും രക്ഷിച്ചുകൊള്ളും. അതുകൊണ്ട് ഇന്നു മുതൽ അങ്ങ് വിഷ്ണു സഹസ്രനാമം ജപിച്ചുകൊള്ളുക. ഇത്രയും പറഞ്ഞ് ശ്രീരാമപാദർ പടിയിറങ്ങി. പതിവ് പോലെ അന്നദാനം തുടർന്നുകൊണ്ടിരുന്നു. കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ അന്നദാനം ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങി. എല്ലാ ദിവസവും ശ്രീരംഗനാഥന് പ്രസാദം സമർപ്പിച്ച ശേഷമാണ് അന്നദാനം തുടങ്ങുക. എന്നാൽ ഈയിടെയായി പ്രസാദം തിരിച്ചെടുക്കുന്ന സമയത്ത് പ്രസാദത്തിന് വളരെ അളവ് കുറഞ്ഞതായി കണ്ടു തുടങ്ങി. നിത്യേന ഇതൊരു സംഭവമായി. അപ്പോൾ അന്നദാന കമ്മിറ്റിക്കാർ വീണ്ടും ശ്രീരാമപാദരുടെ അടുത്തുപോയി വിവരങ്ങൾ ധരിപ്പിച്ചു. കൂടാതെ ആ പ്രശ്നക്കാരൻ വൃദ്ധൻ അന്ന് അങ്ങയുടെ അടുത്ത് വന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അന്നദാനത്തിന് വരാറുമില്ല എന്ന് സൂചിപ്പിച്ചു. പിന്നൊരു സംശയം, ഇനി ഈ വൃദ്ധനെങ്ങാനും ഭക്ഷണം മോഷ്ടിക്കുകയാണോ എന്നൊരു ശങ്കയും ഞങ്ങൾക്കില്ലാതില്ല. ശരി, നോക്കാം. ശ്രീരാമപാദർ വീണ്ടും പുഴയും മലയും എല്ലാം താണ്ടി ആ വൃദ്ധന്റെ വീട്ടിലെത്തി. ശ്രീരാമപാദരുടെ വരവ് കണ്ടതും വൃദ്ധൻ ഓടി വന്ന് അവരുടെ പാദത്തിൽ നമസ്കരിച്ചു. നന്ദിയോടെ പറഞ്ഞു, ഞാൻ അങ്ങയെ ഒന്ന് കാണണമെന്ന് നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങ് പറഞ്ഞ അന്ന് മുതൽ ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിച്ചു തുടങ്ങി. അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ശ്രീരാമപാദർ ചോദിച്ചു, അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്നൊരു മാറ്റം ഉണ്ടായത്? അതെന്താന്നറിയില്ല. ജപിച്ചു തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ ചെറിയ ഒരു കുട്ടി ഞങ്ങൾക്ക് സമൃദ്ധിയായി ഭക്ഷണം കൊണ്ട് തരാറുണ്ട്. അന്നദാന സ്ഥലത്ത് എന്നെ കൊണ്ട് ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതി അങ്ങ് ആ കൊച്ചുകുട്ടിയെ അയക്കുന്നതാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. ഞാൻ ആരെയും അയക്കുന്നില്ലല്ലോ എന്ന് ശ്രീരാമപാദർ മനസ്സിൽ വിചാരിച്ചു. ഒരു ദിവസം വൃദ്ധൻ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞുവത്രേ, ഞാൻ ശ്രീരാമ പാദാനുജരുടെ ഒരു ഭക്തനാണ്. ഇത് കേട്ടപ്പോഴുള്ള ശ്രീരാമപാദരുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ഒരു നാമം ജപിച്ചപ്പോഴേക്കും ആ വൃദ്ധന്റെ അവസ്ഥ ഇങ്ങനെയായത് ശ്രീരാമപാദരുടെ സന്തോഷത്തിന് ശക്തി കൂട്ടുകയായിരുന്നു. ചിന്തിക്കൂ, അപ്പോൾ ആ സഹസ്രനാമം പൂർണ്ണമായ ഭാവത്തോടും ശുദ്ധിയോടും ശ്രദ്ധയോടും ചൊല്ലുന്നവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചു നോക്കൂ. ഈ കഥ ശ്രവിക്കുന്ന എല്ലാ കുടുംബമിത്രങ്ങൾക്കും ദാരിദ്ര്യം ഇല്ലാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ശ്രീദേവി രാധാകൃഷ്ണൻ. എല്ലാവരും ഈ കഥയുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും അറിയിക്കുമല്ലോ. ഹരേ കൃഷ്ണ.